ഷാരൂഖ് ഖാൻ അടക്കം ഇവിടെ മോഹൻലാലിനടക്കം പ്രത്യേക ക്ഷണമുണ്ട്. നേരിട്ട് പ്രധാനം ക്ഷണിച്ചാണ് മോഹൻലാൽ, പക്ഷെ അവിടെ കണ്ടില്ല. എന്തായാലും ഉണ്ടാവുമായിരിക്കും അല്ലേ, മോഹൻലാൽ അടക്കം ഉണ്ടാവുമായിരിക്കും. പറഞ്ഞു, അറിയിച്ചു. അപ്പോൾ അങ്ങനെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സെലിബ്രിറ്റികൾ നേരത്തെ ഒരു ബോളിവുഡ് നടനെ കണ്ടിരുന്നു നമ്മൾ. ഇപ്പോൾ ഷാരൂഖ് ഖാനെ നമ്മൾ കാണുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട അതിഥികൾ അങ്ങോട്ടേക്ക് രാഷ്ട്രപതി ഭവനിലേക്ക് എത്തുകയാണ്. രാഷ്ട്രത്തിന്റെ തലവന്മാർ ഭൂട്ടാന്റെ, നേപ്പാളിന്റെ, മാലദ്വീപിന്റെ, നമ്മുടെ രാജ്യത്തിന് ചുറ്റും കിടക്കുന്ന അയൽ രാജ്യങ്ങളിലൊക്കെ തലവന്മാർ, നേതാക്കൾ അങ്ങോട്ടേക്ക് എത്തുന്നു. അങ്ങനെ 8,000 അംബാനിയുടെ പുത്രൻ അടക്കമുള്ളവർ അങ്ങോട്ട്, ആനന്ദ് അംബാനി അടക്കമുള്ളവർ അങ്ങോട്ടേക്ക് എത്തുന്നു. അങ്ങനെ 8,000 10,000 ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയണം. ആനന്ദ് അംബാനിക്ക് നമ്മുടെ ഒരു വീഡിയോ അയച്ചു കൊടുത്തിരുന്നു 24-ന്റെ. അപ്പൊ അദ്ദേഹം കണ്ടു എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹവും 24 കണ്ടു എന്ന് വിചാരിക്കണ്ട. കാര്യം അദ്ദേഹം ഗുജറാത്തിൽ നടത്തിയ പരീക്ഷ ഉണ്ടല്ലോ, കൃത്യമാര് വനം ഉണ്ടാക്കി ഏക്കർ കണക്കിന്. അപ്പൊ ആ വനത്തിൽ നമ്മൾ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് നമ്മൾ സംപ്രേഷണം ചെയ്തു. അതിന്റെ വീഡിയോ ക്ലിപ്പാണ്. എന്നാൽ കേരളത്തിൽ വന്നാൽ 24-നെ വിളിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വനതാര എന്നാണ് അതിന്റെ. അതും സന്തോഷമുള്ള രീതിയാണ്. എനിക്കൊന്ന് ഒരുപാട് VVIPകൾ വന്നു കഴിഞ്ഞു അല്ലേ. ഒരു കാര്യം മിക്കവാറുമുള്ള സൂപ്പർ സ്റ്റാറുകളെയൊക്കെ അദ്ദേഹം ക്ഷണിച്ചിരുന്നു എല്ലാ സംസ്ഥാനത്തും. മോഹൻലാലിന് ഒരു അവസരം മിസ്സായി, ഷൂട്ടിംഗ് ഷെഡ്യൂളിന്റെ തിരക്കാണ്. അപ്പൊ എന്തായാലും വലിയൊരു ജനക്കൂട്ടം സാക്ഷിയാക്കാൻ പോകുന്നു. ഇതൊരു ചെറിയ ജനക്കൂട്ടമല്ല, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഏറ്റവും വലിയ VVIPകൾ അടങ്ങിയ ഒരു ജനക്കൂട്ടമാണിത്. ഒരുപക്ഷെ ഡൽഹി കണ്ട ഏറ്റവും നല്ല സത്യപ്രതിജ്ഞ ചടങ്ങുകളിലൊന്ന് ഇത് തന്നെ ആയിരിക്കും. വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ രാഷ്ട്രതലവന്മാർ കുറച്ചാണ് വരുന്നതെങ്കിൽ പോലും ഇതിൻ്റെ ശോഭയോ അതിൻ്റെ പ്രഭയോ ഒട്ടും മങ്ങുന്നില്ല. തീർച്ചയായിട്ടും വലിയ സത്യപ്രതിജ്ഞ ചടങ്ങാണ് 7:15 നടക്കാൻ പോകുന്നത്. ഒരു പ്രേക്ഷകൻ എഴുതുകയാണ്, സുരേഷ് ഗോപി നടന്നു വരുന്നത് പോലും ഒരു ഗംഭീര വരവാണല്ലോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് രാവിലെ അദ്ദേഹം വല്ലാത്തൊരു സസ്പെൻസ് ഉണ്ടാക്കി കളഞ്ഞു. നമ്മൾ പ്രതീക്ഷിച്ചില്ല. കാരണം ഒരു കേന്ദ്രമന്ത്രിയാകാൻ ഡൽഹിയിൽ നിന്ന് വിളിച്ചിട്ട് ഞാൻ പോകാൻ ആലോചിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലായില്ല. എനിക്കൊന്ന് ഈ മുൻനിരയിലുള്ള നേതാക്കന്മാരെല്ലാം സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. 60 മന്ത്രിമാർ ഉണ്ടെന്ന് പറയാണ്. അപ്പോൾ വലിയ മാറ്റങ്ങൾ പ്രധാനപ്പെട്ട മന്ത്രിമാരിൽ ഉണ്ടാക്കാൻ കുറച്ച് വിവാദത്തിൽ പെട്ടുപോയി. ലോക്സഭയിൽ നിന്ന് ജയിച്ചതാണ് കങ്കണ. ഈ സത്യപ്രതിജ്ഞയ്ക്ക് വരുന്നതിന് മുമ്പ് തന്നെ വിവാദത്തിൽ നിയമം കയ്യിലെടുത്തു. അടിക്കരുത് അങ്ങനെ ചെയ്തു. മാത്രമല്ല അതൊരു MP ഒക്കെ കൈവെക്കുക എന്നൊക്കെ പറഞ്ഞാൽ വിയോജിപ്പുകളുണ്ടെങ്കിൽ വിയോജിപ്പുകൾക്ക് അറിയിക്കേണ്ട മാർഗം എന്തായാലും അതല്ല. അപ്പൊ എന്തായാലും അവിടെ പൂഴിവാരിയിട്ടാൽ നമുക്ക് ഇനിയിപ്പോ സത്യപ്രതിജ്ഞയിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബ്രേക്കുകൾ എടുക്കാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് നമുക്ക് അഡ്വാൻസ് ആയിട്ട് ബ്രേക്ക് അങ്ങ് എടുത്തല്ലേ, ഒരു കുഞ്ഞു ബ്രേക്ക് പോയി വേഗം മടങ്ങി വരുന്നു. പ്രേക്ഷകർ നമുക്കൊപ്പം തന്നെ തുടരുക. ഇതിന്റെ സമയോചിതമായ തത്സമയ വിവരങ്ങളുമായി നമ്മൾ വീണ്ടും നിങ്ങൾ ഒപ്പം ചേരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.